ഇനിയാണ് നമ്മളുടെ ഡ്രീം ഡെസ്റ്റിനേഷനായിട്ടുള്ള രാമക്കൽമേട്ടിലേക്ക് പോകുന്നത്. ആമപ്പാറയിൽ നിന്ന് രാമക്കൽമേട്ടിലേക്ക് അത്ര ദൂരമൊന്നുമില്ല, ഒരു ജീപ്പ് എടുത്തിട്ട് പോകാവുന്നതേ ഉള്ളൂ. അവിടേക്കുള്ള വഴി എന്ന് പറയുന്നത് നമ്മൾക്ക് കാണുമ്പം തോന്നും ഭയങ്കര ഡിസ്റ്റൻസ് ഉണ്ട് ആ മലയുടെ പാറക്കെട്ടിൻ്റെ അടുത്തേക്ക് പോകാൻ, പക്ഷെ അത്ര ദൂരമൊന്നുമില്ല. നമ്മുടെ റാണി ഹിൽസോ പൈതൽ മലയൊക്കെ തോന്നും ഈ ഒരു സ്ഥലത്ത് എത്തുന്ന സമയത്ത്. ഇവിടെ നല്ല സ്പോട്ടാണ് ഫോട്ടോ എടുക്കാൻ, നല്ല ക്യാമറയും ലൈറ്റിങ്ങും ഒക്കെ ഉണ്ടെങ്കിൽ നല്ല സ്പോട്ടാണ് ഇവിടുന്ന് ഫോട്ടോ എടുക്കാൻ. രാമക്കൽമേട്ടിൽ നിന്ന് നമ്മൾ മുകളിൽ നിന്ന് നോക്കുമ്പം കാണുന്നത് തമിഴ്നാടായിരിക്കും. തമിഴ്നാടിൻ്റെ ഗ്രാമങ്ങളും അവിടുത്തെ കൃഷിയിടങ്ങളും ഒക്കെയാണ് നിങ്ങളീ കാണുന്നത്. ആ വെള്ളയൊക്കെ കാണുന്നത് അവിടെയുള്ള ചെറിയ ചെറിയ കെട്ടിടങ്ങളും ഒക്കെയാണ്. ആ കാണുന്നതാണ് തമിഴ്നാട്ടിലെ തേനി എന്നാണ് നമ്മുടെ ജീപ്പ് ഡ്രൈവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പുള്ളി കുറേ കാര്യങ്ങൾ വിശദീകരിച്ച് തരുന്നത് നല്ലൊരു ഗൈഡും കൂടിയാണ് പുള്ളിയെന്ന് മനസ്സിലായിട്ടുണ്ട്. ഇവിടെ പച്ച കാണുന്നത് വലിയ മരങ്ങളും ചെടികളും ഒക്കെയാണ്. ബാക്കിയുള്ള സ്ഥലം തരിച്ച്, മണ്ണ് പോലെ കാണുന്ന തരിച്ചെന്ന് കരുതരുത്. അവിടെ തക്കാളി, വെണ്ട അങ്ങനെയുള്ള ചെറിയ ചെറിയ കൃഷികളും നടത്തുന്നുണ്ട് എന്നാണ് നമ്മുടെ ചേട്ടൻ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഈ രാമക്കല്ല് ഇതിഹാസമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥയുണ്ട്. പണ്ട് കാലത്ത് നമ്മുടെ രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയില്ലേ, അപ്പോൾ ശ്രീരാമനും സുഗ്രീവനും ഹനുമാനും ഒക്കെ കൂടെ തേടി ഇവിടെ വരുന്ന സമയത്ത് ഇതെല്ലാം കടലാൽ മൂടപ്പെട്ട് കിടക്കുമായിരുന്നു. ആ സമയത്ത് നമ്മുടെ ഹനുമാൻ ഇവർക്ക് ഇരിക്കാൻ വേണ്ടി 3 തട്ടായിട്ടുള്ള കല്ലുകൾ എത്തിച്ച് കൊടുത്തതെന്നാണ് പറയപ്പെടുന്നത്. ആ സമയത്ത് അങ്ങനെ രാമന്റെ പാദസ്പർശമേറ്റ കല്ലായതുകൊണ്ട് അങ്ങനെ ഈ സ്ഥലത്തിന് രാമക്കൽമേട് എന്നുള്ള പേരും ഈ കല്ലിന് രാമക്കല്ല് എന്നുള്ള പേരും വന്നു. അപ്പോൾ അവർ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ടാണ്, ഇതിൻ്റെ അറ്റമാണ് രാമേശ്വരം. ഇതിപ്പോൾ തമിഴ്നാടിൻ്റെ തേനിയിലാണല്ലോ, ഇതിൻ്റെ അറ്റം രാമേശ്വരത്തു നിന്ന് ലങ്ക അടുത്താണ് കിടക്കുന്നത്. ലങ്കയിലേക്ക് പാലം ഇട്ട് പോയി സേതുബന്ധൻ എന്ന് പറഞ്ഞൊരു പാലം നദി ഇപ്പോഴും കിടപ്പുണ്ടെന്നാണ് പറയപ്പെടുന്നത്. അതാണ് അതിൻ്റെ ഒരു ഐതിഹ്യം. ഇത് തമിഴ്നാട്ടിലെ ഒരു രംഗനാഥ ക്ഷേത്രം എന്നാണ് പറഞ്ഞത്. ബാക്കിയുള്ള സമയത്ത് അടച്ചു കിടക്കുമായിരിക്കും. മംഗളാദേവി ക്ഷേത്രത്തിൽ ഒരു ദിവസമാണ്, ഇവിടെ 5 ശനിയാഴ്ച മാത്രം കന്നിമാസത്തിൽ. ഇനി നമുക്ക് പോകാനുള്ളത് ആ കാണുന്ന മലയിലേക്കാണ്. അത് കുറവൻ കുറത്തി മലകളിലൊന്നാണ്. അവിടെ ഒരു മിനി ലൈറ്റ് ഹൗസിൻ്റെ മാതൃകയിൽ ഒരു വേഴാമ്പലിനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കിയാൽ ഏകദേശം ആ ഏരിയാസിലുള്ള വ്യൂസൊക്കെ നമുക്ക് കാണാം. ഇവിടുത്തെ എല്ലാ കൈപ്പടികളും ഇവിടുത്തെ സ്റ്റെപ്പുകൾ ഒഴിച്ചിട്ട് ബാക്കിയുള്ളതൊക്കെ ഒരു കൃത്യമായ ഷേപ്പിലല്ലാതെയാണ് ക്രിയേറ്റ് ചെയ്തത്. അത് അതിൻ്റെ ഒരു നാച്ചുറൽ ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പിന്നെ അവിടെ നിന്നുള്ള വ്യൂസാണ് കാണുന്നത്. അതാണ് കുറവൻ്റെയും കുറത്തിയുടെയും സ്റ്റാച്യു എന്ന് പറയുന്നത്. ഒരു സൈഡിലായിട്ട് വരുന്ന ഗ്രൂപ്പുകൾക്ക് വിവിധതരം പാട്ടുകൾ, കലാപരിപാടികളൊക്കെ അവതരിപ്പിക്കാനുള്ള സ്പേസ് ഉണ്ട്. ദെൻ ആ കുറവനും കുറത്തിയും സ്റ്റാച്യു ഫേസ് ചെയ്ത് നിൽക്കുന്ന ഭാഗത്തായിട്ടാണ് നമ്മളിപ്പോൾ പോയ രാമക്കൽമേട് ഉള്ളത്. നമ്മൾ കണ്ട രാമക്കൽമേടിൻ്റെ മറ്റൊരു സൈഡാണ് ഇപ്പം നമ്മൾ ഇവിടുന്ന് കാണുന്നത്. നമ്മൾ കണ്ട വേഴാമ്പലിൻ്റെ മലമുഴക്കി വേഴാമ്പലിൻ്റെ സ്റ്റാച്യു ഉണ്ടാക്കിയ ശില്പിയുടെ പേരൊക്കെയാണ് കൊടുത്തിട്ടുള്ളത്. പുള്ളി തന്നെയാണോ കുറവനും കുറത്തിയും ചെയ്തതെന്ന് അറിയില്ല, അത് ഞാൻ ക്രോസ് ചെക്ക് ചെയ്യാൻ വിട്ടുപോയി. ദെൻ അവിടെ ഒരു പോണ്ടൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്, നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ ഈ ഒരു ഫ്രെയിം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടൊരു ഫ്രെയിമായിരുന്നു. പ്രത്യേകിച്ച് ആ മരത്തിൻ്റെ ബാക്കിൽ നിന്നുള്ള വ്യൂസ് നല്ലൊരു അയാളും ഞാനും തമ്മിൽ ഫീലൊക്കെ ഉണ്ടാക്കുന്ന ഫ്രെയിമായിരുന്നു. പക്ഷെ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന തിരക്കിലായതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല ഫോട്ടോസൊന്നും അവിടെ നിന്ന് കിട്ടിയിട്ടില്ല. ദെൻ കുറവൻ്റെയും കുറത്തിയുടെയും അടുത്തായിട്ട് കുട്ടി, പാല് കുടിക്കുന്ന കുട്ടിയും കൂടിയുണ്ട്. ഇവിടെ നിന്ന് നമ്മൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ താമസത്തിന് പറഞ്ഞു വെച്ചിട്ടുള്ള ലക്ഷ്മി എസ്റ്റേറ്റിലേക്കാണ്.